യഹൂദരുടെ ഹനൂക്ക ഉത്സവത്തോടനുബന്ധിച്ച് സിഡ്നിയിൽ ഓസ്ട്രേലിയയിലെ ബീച്ചിൽ നടത്തിയ വെടിവെപ്പ്. ഈ വെടിവെപ്പിൽ സാജിദ് അക്രം എന്ന് പറയുന്ന ആളാണ് ഈ അക്രമകാരി. ഇയാൾ ഇന്ത്യക്കാരനാണ് ശരിക്കും. 27 വർഷങ്ങൾക്ക് മുമ്പ് അഹമ്മദാബാദിൽ നിന്ന്, ഹൈദരാബാദിൽ നിന്ന് ബികോം പഠനമൊക്കെ പൂർത്തിയാക്കിയിട്ട് സിഡ്നിയിലേക്ക് പോയതാണ്. പിന്നീട് ഇയാൾ യൂറോപ്യൻ യുവതിയെ കല്യാണം കഴിച്ചു. അതിനുശേഷം ഇന്ത്യൻ പാസ്പോർട്ട് ഇപ്പോഴും ഉണ്ട്. അതിനുശേഷമാണ് അവിടെ നിന്ന് ഈ ആക്രമണം നടത്തുന്നതിന് തൊട്ട് മുമ്പ് ഇയാൾ ഫിലിപ്പൈൻസിൽ പോയിട്ട് അവിടെ ചില പരിശീലനമൊക്കെ നടത്തിയിരുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇയാളെ പിന്നീട് വെടിവെച്ച് വന്നു. മകൻ നവീദ് ആക്രമണത്തിനൊപ്പം ഉണ്ടായിരുന്ന ആൾ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് ഇത്തരത്തിലുള്ള ചിന്താഗതികളുമായിട്ട് സിഡ്നിയിലേക്ക് പോയി എന്നുള്ളത് രാജ്യാന്തര തലത്തിൽ നമുക്കൊരു നാണക്കേട് കൂടിയല്ലേ? അങ്ങേയറ്റത്തെ അപമാനമാണ്. നാണക്കേടെന്ന് മാത്രമല്ല, ഈ ലജ്ജാകരം എന്ന് പറഞ്ഞാൽ മതിയൊന്നറിയില്ല. എന്തൊരു കഷ്ടമാണ്. ഇന്ത്യയെപ്പോലൊരു രാജ്യത്ത് നിന്ന് ഇന്ത്യക്കാരായ ആളുകൾ ഈ ഇസ്ലാമിക ഏത് തരത്തിലുള്ള ഭീകരവാദമായാലും ആ ഭീകരവാദത്തിൽ ആകൃഷ്ടരായിട്ട് സുരക്ഷിതമായി ജീവിക്കാൻ, സമാധാനപൂർവ്വം ജീവിക്കുന്ന നാടുകളിൽ പോയിട്ട് അവിടെ അക്രമം ഉണ്ടാക്കുക. അവിടെ അക്രമം ഉണ്ടാക്കുമ്പോൾ ഒന്ന് അവർ സ്വയം നശിക്കുന്നു എന്ന് മാത്രമല്ല, അവരുടെ തന്നെ ഈ വിശ്വാസ പ്രമാണമായ ഇസ്ലാമിനെ ലോകം മുഴുവൻ അപമാനിക്കുന്നു. അതിനേക്കാളേറെ അവരുടെ ജന്മനാടായ ഇന്ത്യ അപമാനിക്കുന്നു. ഇന്ത്യ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു നാടാണല്ലോ. ഇന്ത്യ സമാധാനത്തിൻ്റെ പക്ഷത്താണ്. ഇന്ത്യ ഏത് യുദ്ധഭൂമിയിലും പോയിട്ട് ശാന്തിമന്ത്രം ഉരുവിടുന്നൊരു നാടാണ്. ചേരിചേരാ രാജ്യമാണ്. അപ്പോൾ ഇങ്ങനൊരു നാട്ടിൽ മാത്രമല്ല, ലോകോത്തരമായൊരു തത്വചിന്താ പദ്ധതി ഉണ്ടല്ലോ നമുക്ക്. അത് മറ്റു പലർക്കും ഇല്ലാത്തതാണ്. പണ്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതാണല്ലോ, നിങ്ങൾക്കൊന്നും ഇല്ലാത്ത ചിലത് ഞങ്ങൾക്കുണ്ട്, ഒരു പക്ഷേ നിങ്ങൾക്കുള്ള പലതും ഞങ്ങൾക്കില്ല. അതാണ് ഞങ്ങളുടെ ആ ഇല്ലായ്മയാണ്. ആ ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ എന്താ? വെറുപ്പ്, പുറത്താക്കൽ, ബഹിഷ്കരണം, ഊരുവിലക്ക്, ഇങ്ങനെയുള്ള സംഗതികളാണ് നമുക്കില്ലാത്തത്. അപരത്വം നമുക്കില്ലല്ലോ. നമുക്കുള്ളത് എപ്പോഴും ഏകത്വമാണല്ലോ, ഇൻക്ലൂസീവാണ്, എല്ലാവരെയും ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് നിന്ന് ഇവിടുന്ന് ഇത് ഏറ്റവും വലിയ അപകടം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ തന്നെ ലോകത്ത് ഈ ഇസ്ലാം എന്ന് കണ്ടാൽ പേടിക്കുന്ന ഒരു കാലം. ഓരോ യാത്രക്കാരനെയും 100 വട്ടം പരിശോധിച്ചിട്ട് തുണിയഴിച്ച്, APJ അബ്ദുൽ കലാമിനെ പോലും മുണ്ടഴിച്ച് പരിശോധിപ്പിച്ചൊരു ലോകമാണ്. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പേര് കലാം എന്നാണ്. കലാം എന്ന പേര് കണ്ടാൽ അയാളുടെ കുറ്റം കൊണ്ടല്ല. ലോകത്ത് കുറച്ചു പേരാണെങ്കിൽ പോലും ഈ ഇസ്ലാമിക ഭീകരവാദികൾ ഉണ്ടാക്കി വെച്ച അപകടം കൊണ്ടാണ് അത് ഉണ്ടായത്. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയിലെ ആരെങ്കിലും ഒരു ചെറിയ ന്യൂനപക്ഷം അനുഷ്ഠിക്കുന്ന അരുതായ്മകളുടെ പേരിൽ ഒരു കമ്മ്യൂണിറ്റി ലോകമാകെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നൊരു കാലത്ത് ആണ് ഇന്ത്യയിൽ നിന്നും അതിന് കൂട്ടുപിടിക്കുന്ന. ഇവർ മാത്രമല്ലല്ലോ, അതൊരു ഒറ്റപ്പെട്ട സംഭവമല്ലല്ലോ. ഇതിനോട് ചേർന്ന കുറേ പേരുണ്ട്. ഇവിടുന്ന് പലതരത്തിൽ റിക്രൂട്ട് ചെയ്ത് അയക്കുന്നവരുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ പാർലമെന്റിനും ബോംബെ മഹാനഗരത്തിലും ബോംബ് വെക്കാനും സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തവരുണ്ട്. കാശ്മീരിൽ ഇപ്പോഴും ആ പണി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലുള്ള, ഇപ്പോൾ ഈവൻ സമീപകാലം വരെ നമ്മുടെ കേരളത്തിൽ പോലും ഇവർ സജീവമായിരുന്നല്ലേ. പല ഭാഗത്തായിട്ട് കോഴിക്കോട് സ്ഫോടനം ഉണ്ടാകുന്നു, ഈ പലയിടത്ത് ഇവരുടെ ക്യാമ്പുകൾ നടക്കുന്നു, ഓർമ്മയില്ലേ അത്തരം സംഭവങ്ങളൊക്കെ. മാത്രമല്ല, അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ സംഭവത്തെ കാണേണ്ടത്. എനിക്ക് തോന്നുന്നില്ല എങ്ങനെയാണ് ഇത്തരക്കാരെ, എന്താണ് അന്തിമമായി ഇത് അവസാനിപ്പിക്കാനുള്ള വഴി. അതാത് രാജ്യങ്ങൾ സ്ട്രോങ് ആയിട്ട്, ഇപ്പോൾ അവനെ അവിടെ തന്നെ ഫിനിഷ് ചെയ്തില്ലേ. അപ്പോൾ ഇത്തരം വളരെ ഹാർഷായ, വളരെ സ്ട്രിക്റ്റായ നടപടികൾ ഇവിടെ ഇനിയിപ്പോൾ നോക്കിക്കോളൂ. ഇതിനെ ഇവർക്ക് ചൂട്ടു പിടിച്ചു കൊടുക്കുന്ന ഏറ്റവും വലിയ അപകടം എന്താണെന്നറിയുമോ? ഈ മാതിരി മനുഷ്യവിരുദ്ധ ഹീനമായ കൊലപാതകങ്ങൾ, അക്രമങ്ങൾ നടത്തിയാലും ഏതെങ്കിലും മനുഷ്യാവകാശത്തിൻ്റെ പേരിൽ, ഇപ്പോൾ ഓസ്ട്രേലിയയിൽ അതുണ്ടാവില്ല എന്ന് വിചാരിക്കുക, ഇന്ത്യയിലെ സ്ഥിതി എന്താ വെച്ചാൽ ഇങ്ങനെ ആരെങ്കിലും ഒരാളെ പിടിച്ചാൽ അവന് മനുഷ്യാവകാശം പറഞ്ഞു വരാൻ ആളുണ്ടാവും. ഇവിടുത്തെ രീതി അതാണ്. ഇവൻ്റെ ചെയ്തികൾ, ഒരു സിസ്റ്റത്തിന് ആദ്യം വേണ്ടത് സമാധാനമാണ്. ആ സമാധാനം നിലനിൽക്കാനുള്ള ഒരു സ്ട്രക്ചറും ഒരു ഫ്രെയിം വർക്കും ഉള്ളത് കൊണ്ടാണ് അത് അങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് തിരിച്ചെത്തുന്ന എന്താ ഉറപ്പ്? അത് ഉറപ്പ് നൽകുന്നൊരു സംവിധാനത്തിനാണ് നമ്മൾ വ്യവസ്ഥ എന്ന് പറയുന്നത്. ആ വ്യവസ്ഥയെ ഓരോ ഇൻഡിവിജ്വൽ തന്നെ കയ്യിലെടുക്കാൻ തുടങ്ങിയ, ഓരോ പൗരനും കയ്യിലെടുത്തിട്ട് അതിനെ തകർക്കാൻ തുടങ്ങിയ എന്താ സ്ഥിതി? അപ്പോൾ ഇവിടെ ഈ സാജിദ് അക്രം എന്ന് പറയുന്ന ആൾ 27 വർഷങ്ങൾക്ക് മുമ്പ് കുടുംബവുമായിട്ടൊക്കെയുള്ള ബന്ധം ഉപേക്ഷിക്കുന്ന രീതിയിലാണ് പോകുന്നത്. കാരണം സ്വത്തുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളുണ്ട്. ഇയാൾ അവിടെ അവിടെ നിന്ന് ഒരു യൂറോപ്യൻ യുവതിയെ വിവാഹം കഴിക്കുന്നു. 2 മക്കളുണ്ടായപ്പോഴും ഒരു മകൾ കൂടിയുണ്ട് ഈ പരിക്കേറ്റ മകന് പുറമെ. അവരും ഈ ഓസ്ട്രേലിയൻ സിറ്റിസണാണ്. പക്ഷേ ഇപ്പം അവിടുത്തെ DGP നൽകുന്ന നിർദ്ദേശം അനുസരിച്ച് 6 തവണ സാജിദ് ഇന്ത്യയിലേക്ക് വന്നു.
അപ്പോൾ ഈ 6 തവണ വരുന്നതിലും ചില ദുരൂഹതകളൊക്കെ ഉണ്ട്, പക്ഷെ അത് കൃത്യമായിട്ട് പറയുന്നില്ല. ഇത് കൂടാതെ സ്വന്തം പിതാവ് മരിച്ചപ്പോൾ ഇയാൾ വരികയും ചെയ്തില്ല. അപ്പോൾ സ്വന്തം പിതാവ് മരിച്ചപ്പോൾ വരാത്ത ആൾ 6 തവണ ഇവിടെ വന്നു. മാത്രമല്ല 1998 മുമ്പ് ഇയാൾക്ക് അങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇയാൾ അവിടെ ചെന്ന് ആകർഷനായോ ഇവിടുന്നേ ആകർഷനായി പോയതാണോ എന്നൊക്കെ സംശയമുണ്ട്. പക്ഷെ എന്തായാലും കൊല്ലപ്പെട്ടത് ജൂതന്മാരാണ്. ആഗോളതലത്തിൽ തന്നെ ഒരു ഇസ്ലാം തീവ്രവാദം നിലനിൽക്കുന്നു എന്നുള്ള വലിയ വിമർശനം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്ന് പോയ ഒരാൾ, അതും ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരാൾ ഇത്തരത്തിലൊരു ആക്രമണം നടത്തുന്നു എന്ന് പറയുന്നത് നമുക്കും വലിയ നാണക്കേടാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇസ്രായേലും തമ്മിൽ നല്ല ബന്ധമാണ്. അപ്പോൾ ഇസ്രായേലുകാരെ ലോകത്ത് എവിടെ വെച്ച് കണ്ടാലും തീർക്കാനായിട്ട് ചില മതമൗലികവാദികൾ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണം ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളതാണ്. അത്തരം ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ഗവൺമെൻറ് സ്വാഭാവികമായിട്ടും ഒന്ന് തലകുനിക്കുക എന്ന് മാത്രമല്ല, ഒന്ന് ക്ഷമ പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കൂടെ നമ്മളെ കൊണ്ട് എത്തിക്കുകയാണ്. മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രശ്നം ഇപ്പോൾ സിനു ശ്രദ്ധിച്ചല്ലേ, ഇവിടെ ഈ ഇസ്രായേലിന് വേണ്ടി അല്ലെങ്കിൽ ഇസ്രായേലിനെതിരായി ഒരാവശ്യവുമില്ലാതെ ഇസ്രായേൽ വിരുദ്ധ പ്രചാരണം നടത്തുന്നത് ഭരണകൂടത്തിന്റെ തന്നെ ഒരു ഏർപ്പാടായി ഏറ്റെടുത്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ കേരളത്തിൽ അതുണ്ട്, ഇടതുപക്ഷത്തിന്റെ ഒരു നയം അതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും യഹൂദനെ കണ്ടാൽ കൊല്ലുക എന്തൊരർത്ഥമുള്ളത്? ഇപ്പോൾ ആലോചിച്ച് നോക്കൂ. ഇവനെ പോലെ ഇന്ത്യയിൽ നിന്ന് ഉപജീവനത്തിന് വേണ്ടി 27 കൊല്ലം 98 അല്ലേ 27 കൊല്ലം മുമ്പ് ജീവിക്കാൻ വേണ്ടി ചെന്നവനാണ് ഇവൻ. അതിനിടയിൽ എപ്പോഴോ ആയിരിക്കണം ഈ രോഗാണുവിൻ്റെ അകത്ത് കയറിയത്, ഈ ഫണ്ടമെന്റലിസത്തിന്റെ രോഗാണു, ഭീകരവാദത്തിന്റെ രോഗാണു. അവൻ ഓർക്കേണ്ടത് അവനെപ്പോലെ ജീവിക്കാൻ വേണ്ടി സ്വന്തമായി ഒരുപാട് കാലം ഒരു നാടുപോലും ഇല്ലാതിരുന്നവരാണ് ജൂതന്മാര്. അവർ ജീവിക്കാൻ വേണ്ടി ചെന്നതല്ലേ അവരെ. അങ്ങനെ കുടിയേറ്റക്കാര് അഭയാർത്ഥികൾ എന്ന നിലയിൽ ഇവനും അവനും സഹോദരങ്ങളല്ലേ, അങ്ങനെ കാണാൻ പറ്റണ്ടേ? മാത്രമല്ല ഇവർ ഈ പറയുന്നതനുസരിച്ചാണ് എബ്രഹാമി കുടുംബ പരമ്പരയിലും വംശപരമ്പരയിലും വരുന്നവരാണല്ലോ. അപ്പൊ സത്യത്തിൽ ഇപ്പൊ ഈ ജൂതൻ എന്ന് കേട്ടാൽ അവനെ അപരത്വം കൽപ്പിച്ച് ഒറ്റപ്പെടുത്തുകയും സൗകര്യം കിട്ടിയാൽ അവനെ വകവരുത്തുകയും ചെയ്യുന്ന ഒരു പ്രൊപ്പഗാൻഡ ലോകമൊട്ടാകെ ഇവർ പടച്ചു വിട്ടിട്ടുണ്ട്. അതിന്റെ ഭാഗം കൂടിയാണത്. അതുകൊണ്ട് ഇത് യാദൃശ്ചികമായി സംഭവിച്ചാകാൻ ഇടയില്ല. ജൂതന്മാർക്ക് നെതന്യാഹു സ്വാഭാവികമായിട്ടും അത് പറയുമല്ലോ. അവർക്ക് ഈ ഒരു സംഭവം മാത്രമല്ല, അവരുടെ ഇന്റലിജൻസിന് ധാരാളം അനുഭവങ്ങൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ട് ജൂതന്മാർ ലോകത്തിൽ എവിടെ ചെന്നാലും സേഫ് അല്ല എന്നാണ് എൻ്റെ അർത്ഥം. അത് സന്തോഷപൂർവ്വം ആ ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്തെടുത്തതിനെ ആഘോഷിക്കുന്നവരും ഉണ്ടാവും. കണ്ടോ, പലസ്തീനികളോട് കാണിച്ചതിന് ലോകം മുഴുവൻ ജൂതന്മാർക്ക് കിട്ടുന്നു എന്ന് മനസ്സിലാവാഞ്ഞിട്ടാണ്. ലോകം മുഴുവൻ ജൂതന്മാരെ ആക്രമിക്കുമ്പോൾ സംഭവിക്കുന്നത് ലോകത്തെവിടെയും ഈ ഇസ്ലാം പേരുള്ള ഒരാൾക്ക് ജീവിക്കാനോ നടന്നു പോകാനോ യാത്ര ചെയ്യാനോ പറ്റാത്ത അവസ്ഥയും വരും. ഈ ഇയാളെ പോലുള്ളവരുടെ പ്രവർത്തികൾ ഉറപ്പല്ലേ, എന്താ സംശയമുള്ളത്? അപ്പൊ ഇങ്ങനെ എന്താ പറയാ, മൗലികമായി മനുഷ്യന്റെ ഒരു സാമാന്യ ബോധമില്ലാത്ത തരത്തിലുള്ള പെരുമാറ്റമാണ്. പക്ഷേ ഈ ഇഞ്ചക്ഷന്റെ പ്രശ്നം അതാണ്. മതമൗലികവാദം മനസ്സിൽ കയറിയാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, എൻ്റെ വിശ്വാസം മാത്രം മതി, ഭൂമിയിലുള്ള അവരെ വിശ്വാസമുള്ളവനെ വകവരുത്തുക. ഇനി എന്താ പറയുക, അതിന് പറയുന്ന ന്യായം എന്താ? അമേരിക്കയിലെ പെൻറ്റഗൺ ആക്രമിക്കാൻ പോയപ്പോൾ പറഞ്ഞ കാര്യം എന്താ? നിങ്ങൾ ഇറാഖിലെ മുസ്ലിങ്ങളെ കൊന്നില്ലേ, നിങ്ങൾ അഫ്ഗാനിസ്ഥാനിലെ മുസ്ലിങ്ങളെ കൊന്നില്ലേ എന്നാ. ഒരു നയപരമായ യുദ്ധത്തിന്റെ പേരിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് അമേരിക്ക ഇറാഖിലേക്ക് വിളിച്ചു വരുത്തിയതിൽ സദ്ദാം ഹുസൈന് പങ്കില്ലേ? അഫ്ഗാനിസ്ഥാനിലേക്ക് വിളിച്ചു വരുത്തിയത് അഫ്ഗാൻ ഗവൺമെന്റ് പങ്കില്ലേ? ഏതെങ്കിലും അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഒരു രാജ്യത്തെ ശത്രുവായി പ്രഖ്യാപിച്ചിട്ട് മറ്റുള്ളവരൊക്കെ ആ രാജ്യത്തെ ആക്രമിക്കാൻ പോയാൽ എന്താ സ്ഥിതി? അന്നാണല്ലോ ഇസ്ലാമോഫോബിയ ഒരു വലിയ ഇഷ്യൂ ആയിട്ട് വളർന്നത്. ഭീകരവാദം സമം ഇസ്ലാം, അതുകൊണ്ട് എവിടെ ഇസ്ലാമിനെ കണ്ടാലും പേടിക്കണം, സൂക്ഷിക്കണം എന്ന് പറയുന്നൊരു നയം ഉണ്ടായില്ലേ? അത് ഏതാണ്ട് ഒന്ന് ഒതുങ്ങിയിരുന്നു പല കാരണങ്ങളാൽ. ഒന്ന് ഏറെക്കുറെ ലോകത്തിലെ മുസ്ലിം രാജ്യങ്ങൾ പ്രത്യേകിച്ച് വഹിച്ച പങ്ക്. ഇസ്രായേലിനെ ചേർത്ത് പിടിക്കാൻ മുസ്ലിം രാജ്യങ്ങളൊക്കെ തയ്യാറായി. ഇപ്പോൾ അവിടെ സമാധാന കരാർ ഒപ്പിടാൻ അറബ് രാജ്യങ്ങൾ മുഴുവൻ ചെന്നിരുന്നു, ഓർമ്മയില്ലേ? ഈജിപ്തിലെ ഷറം ഷെയ്ഖിൽ. അപ്പോൾ ലോകത്തിന് ബോധ്യം വരുമ്പോഴും ഇപ്പോഴും ആ വെളിച്ചം കയറിയിട്ടില്ലാത്ത കുറെ ഇരുട്ട് നിറഞ്ഞ മനസ്സുകൾ ഇപ്പോഴും ലോകത്തിലാകെ ചെതറിക്കിടക്കുന്നുണ്ട്. ഒരു പക്ഷേ സംഘടിതമായി മുസ്ലിങ്ങൾ ഭൂരിപക്ഷത്തോടെ താമസിക്കുന്ന രാജ്യങ്ങളെക്കാൾ അപകടമാണ് മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായി ഇങ്ങനെ ചെതറിപ്പോകുന്ന മനസ്സുകളിൽ, ചെതറിപ്പോകുന്ന രാജ്യങ്ങളിൽ ഈ ഭീകരവാദത്തിന്റെ വിത്ത് വിതച്ചാൽ. അതാണ് സൂക്ഷിക്കേണ്ടത്. വലിയ അപകടം. അവന് ഒട്ടും ഓതന്റിസിറ്റി ഇല്ലല്ലോ, അവൻ ആരോടും റെസ്പോൺസിബിൾ അല്ല, അവൻ ആൻസറബിൾ അല്ല, അവൻ ഏത് ഭീകരവാദത്തിന്റെ ആയുധവും കൊണ്ട് നടക്കാം, എവിടെ വെച്ചും മനുഷ്യനെ ഉപദ്രവിക്കാം. ഈ ഒരു അവസ്ഥ വരുന്നുണ്ട്. ഇത് വലിയ അപകടമാണ്. ഇസ്രായേൽ പ്രശ്നം എങ്ങനെയെങ്കിലും തീർക്കാൻ വേണ്ടി ലോകം നടക്കുമ്പോൾ ഇവൻ ആ പ്രശ്നം കത്തിക്കുകയാണ് വീണ്ടും. ഇനി അവശേഷിക്കുന്ന പലസ്തീനികളെ കൂടി അവർ ഇവരുടെ കണക്കിന് അറബ് വംശക്കാരാണല്ലോ. ആ അറബ് വംശക്കാർക്ക് വേണ്ടിയാണ് ഇവൻ ആസ്ട്രേലിയയിലെ നിരപരാധികളെ കൊല്ലുന്നതെങ്കിൽ
നെതന്യാഹു എന്താ തീരുമാനിക്കുക? അവശേഷിക്കുന്ന അറബ് വംശക്കാരെ കൂടി തീർക്കുക എന്നല്ലേ തീരുമാനിക്കുക? അതെ. ഇവർ ഏത് പലസ്തീന് വേണ്ടിയാ? പലസ്തീൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ ചെയ്യാൻ പാടുണ്ടോ? ഇതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്നറിയോ സിനു? സത്യത്തിൽ ഇപ്പോൾ സമാധാനം വരുന്നത് കണ്ടുകൂടാത്ത കുറേ ആളുകളുണ്ട്. നമ്മുടെ നാട്ടിലൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബാബരി മസ്ജിദ് ഇഷ്യൂ തീർന്നു എന്ന് കണ്ടപ്പോഴാണ് ചിലർക്കൊക്കെ ഉറക്കം വരാത്തത്. തീരാൻ പാടില്ല. ഇതെന്നും ഇങ്ങനെ ഹിന്ദുവും മുസ്ലിം പരസ്പരം പറഞ്ഞ്, പരസ്പരം കലഹിച്ച്, പരസ്പരം പോരടിച്ച്, കണ്ടെന്നിടത്തൊക്കെ വെറുത്ത് സമാധാനം ഇവർക്ക് വേണ്ട. അത് ഈ രോഗത്തിൻ്റെ ഒരു ലക്ഷണമാണത്. ഒരു മാസ് ഹിസ്റ്റീരിയ പോലെ ബാധിക്കുന്നതാണത്. അതിങ്ങനെ പടർന്നു പിടിക്കുക. ആർക്കൊക്കെ ബാധിച്ചു നമുക്ക് അറിയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തിനെതിരെ ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ ഇന്ത്യയിൽ നിന്ന് പോയതാണ് 10-27 വർഷങ്ങൾ മുമ്പ്. ഇയാളുടെ വേരുകൾ ഇന്ത്യയിലുണ്ട്. ഈ പറയുന്ന ഹൈദരാബാദിലോ അല്ലെങ്കിൽ അഹമ്മദാബാദിലോ ഒക്കെ ഇയാളുടെ ബന്ധുക്കളുണ്ട് എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ ഇന്ത്യക്കാരനാണ് എന്ന് പറയാൻ പറ്റില്ല. ഇയാൾക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ട്. പക്ഷേ ഓസ്ട്രേലിയയിലേക്ക് കുടിയേറി പാർക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിരവധി ഇന്ത്യക്കാർക്കും ഇയാൾ വലിയൊരു ഭീഷണിയാണ് സൃഷ്ടിച്ചത്. അവരെ ഇനി അവിടുത്തെ പോലീസ് അല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടം ഒരു സംശയാസ്പദമായിട്ടല്ലേ കാണുന്നത്. ഇതൊക്കെ ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇസ്രായേലിന്റെ മുമ്പിൽ നമ്മളൊന്ന് ക്ഷമ ചോദിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഇത്തരത്തിലുള്ള ഈ അക്രമികളുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മൗലികവാദികളുടെ ഒക്കെ ഒരു പ്രവർത്തനം. അവനെ എനിക്ക് തോന്നുന്നു മാപ്പ് ചോദിക്കുന്നതെങ്കിൽ, മാപ്പ് പറയുന്നതിനേക്കാൾ നമ്മൾ നല്ലത് ബിൻ ലാദന്റെ കാര്യത്തിൽ സൗദി അറേബ്യ എടുത്തൊരു നിലപാടുണ്ട്. അവൻ ഞങ്ങളും തമ്മിൽ ഇനി യാതൊരു ബന്ധവുമില്ല. പണ്ട് കണ്ണൂരിലൊരു അമ്മ പറഞ്ഞില്ലേ, നിരപരാധിയെ കൊന്നിട്ട് വന്ന മോൻ, ഞാൻ അവനെ പെറ്റിട്ടില്ല, എൻ്റെ മോനല്ല എന്ന് പറഞ്ഞില്ലേ. ഭാരതം പ്രഖ്യാപിക്കേണ്ടത് ഈ മാതിരി ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന ഒരുത്തനും, അവൻ ഇന്ത്യൻ പൗരനാവട്ടെ ഏത് മതക്കാരനാവട്ടെ, ഇന്ത്യക്കാരനല്ല എന്ന് പ്രഖ്യാപിക്കുക. അവനും അവൻ്റെ കുടുംബത്തെയും. അത് ഒരു മാതൃക സൃഷ്ടിച്ചാൽ പലർക്കും പേടിയുണ്ടാവും. ഇന്ത്യയിൽ ആരെങ്കിലും അവൻ്റെ ബന്ധുക്കൾ ബാക്കിയുണ്ടെങ്കിൽ അവരെ കൂടി ഇന്ത്യയിൽ നിന്ന് ഔസ്റ്റ് ചെയ്യുക. ആ രീതിയിലൊരു തീരുമാനം, കടുത്ത തീരുമാനങ്ങൾ എടുത്തില്ലെങ്കിൽ ഇനിയെങ്കിലും ഈ സമാധാനത്തിലേക്കുള്ള വഴി കുറെ കൂടി സുഗമമാകേണ്ടതുണ്ട്. ABC-ക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. കുറച്ച് നാളായി അതിൻ്റെ വാർത്തകൾ, ദേശവിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ചാനൽ കൂടി പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.